ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായ കോംബോയാണ് ജാസ്മിൻ ഗബ്രി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവരിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ പ്രകടമാണ്. പ്രത്യേകിച്ച് ജാസ്മിനിൽ വൈൽഡ് കാർഡുകാർ വന്നതാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാണ്. ഇതേപ്പറ്റി മോഹൻലാൽ ജാസ്മിനോട് ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ജാസ്മിൻ നല്ലൊരു ഗെയിമറാണെന്നും കുറച്ച് ദിവസമായി എന്ത് പറ്റിയെന്നുമാണ് മോഹൻലാൽ ചോദിക്കുന്നത്. ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചില കാര്യങ്ങൾ. ഒരുപക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആയിരിക്കില്ല പുറത്തോട്ട് വരുന്നത്. ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. ഒരു വശത്തോട്ട് മാത്രം കാറ്റ് വീശില്ലല്ലോ എന്ന വിശ്വാസമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതൊന്നും അല്ല വൈൽഡ് കാർഡ് വന്നപ്പോൾ അവർ സംസാരിച്ചത്. എന്നോട് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് വെച്ച് ആകെ മൊത്തം എന്തോ പോലെയായി എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ജാസ്മിൻ സ്വന്തമായാണോ കളിക്കുന്നത്? ഒരാൾ കൂടി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നും മോഹൻലാൽ ചോദിക്കുന്നു. ലാലേട്ട, കളിക്കാൻ എനിക്കിവിടെ ആരുടെയും സഹായം വേണ്ടെന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി. നിങ്ങളെ ഇമോഷണലായിട്ട് ആരെങ്കിലും പുൾ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നതായിരുന്നു മോഹൻലാലിൻ്റെ അടുത്ത ചോദ്യം. ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിൻ അസ്വസ്ഥയാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഗബ്രി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലില്ല. ഞാൻ ഭയങ്കരമായി ഓവർ തിങ്ക് ചെയ്യുകയാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നു, അത് തിരിച്ചു പിടിക്കണമെന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ഗബ്രിയോട് മോഹൻലാൽ ചോദിക്കുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് ഗബ്രി പറഞ്ഞത്. ചില കാര്യങ്ങൾ എൻ്റെ മനസ്സ് പറയുന്നത് വിശ്വസിക്കണമോ അതോ ഗബ്രി പറയുന്നത് വിശ്വസിക്കണമോ എന്നത് കൺഫ്യൂസ് ആണെന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഗബ്രി പറഞ്ഞാൽ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മോഹൻലാൽ അടുത്ത് ചോദിക്കുന്നത്. മാനസികമായി പിരിമുറുക്കത്തിലേക്ക് ഗബ്രി കൊണ്ടുപോകുന്നുണ്ടോ എന്നും മോഹൻലാൽ ചോദിക്കുന്നു. അങ്ങനെ ഒന്നും എനിക്കില്ലെന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി. നിങ്ങൾ തമ്മിൽ എന്താണ് എന്ന് പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ ആണെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. പിന്നാലെ ഇരുവരും തമ്മിലുള്ള ചില വീഡിയോകൾ പ്ലേ ചെയ്യുകയും ചെയ്തു. ജാസ്മിൻ ഇപ്പോൾ വളരെ കൺഫ്യൂഷനിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.